ഇൻഡിക്കേറ്റർ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും, മെയിലിൽ നോട്ടിഫിക്കേഷൻ വരും. അതിന് പുറമെ ഇവിടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ നെയിമുള്ള ഭാഗത്ത്, അതായത് ഇവിടെ ഇതുപോലെ ഒരു റിഫ്രഷിൻ്റെ സിമ്പിൾ, ഒരു ബ്ലൂ കളറിലൊരു റിഫ്രഷിൻ്റെ സിമ്പിൾ ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലും സെക്കൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ റിഫ്രഷ് ബട്ടൻ്റെ ഈ റിഫ്രഷിൻ്റെ മുകളിൽ, അതായത് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഹൈഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾ ഹൈഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ കാണിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ അത് ഈ ഏറോ മാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തി വെക്കുക. എന്നിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ റിഫ്രഷിൻ്റെ, അതായത് ഈ അപ്ഡേറ്റ് വരുന്ന ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് തൊടുക. ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ ന്യൂ വേർഷൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഈ മൊബൈൽ സ്ക്രീനിങ്ങിന് ആയതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതിൽ ഈ അപ്ഡേറ്റ് ഈ ടിക്ക് ചെയ്യുക. എന്നതിന് ശേഷം അപ്ഡേറ്റ് ടു ലേറ്റസ്റ്റ് വേർഷൻ കൊടുക്കുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററും ഇതിവിടെ പോവുക, അപ്ഡേറ്റ് ടിക്ക് ചെയ്യുക, ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് കൊടുക്കുക. ശേഷം ഒന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റിങ്സൊക്കെ ചെയ്തു അത് ഡിഫോൾട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഇൻഡിക്കേറ്റർ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക, ഇൻഡിക്കേറ്റർ എടുക്കുക, ഇൻവൈറ്റ് ഓൺലി പോവുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒരു തവണ ആഡ് ചെയ്യുക, രണ്ടും കൂടി ഒരു തവണ ആഡ് ചെയ്യുക. ഡിഫോൾട്ട് സെറ്റിങ്സ് എന്താണോ അതിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഓരോരോ ഓപ്ഷൻസുകൾ എടുക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്ട്രാ സ്ട്രാറ്റജികളുണ്ട്, കമ്പൈൻഡ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഓരോന്ന് ഓണാക്കി ഓഫാക്കി നോക്കുക. ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ട് അയക്കുന്നുണ്ട്.